السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, കാരുണ്യത്തിൻ്റെ 10 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആരംഭം അതിവിശിഷ്ടമായ ദിവസവുമായിരിക്കുകയാണ്. നമ്മളാണെങ്കിലോ ചെയ്യുന്ന അമലുകളൊക്കെ തൊടുന്നതൊക്കെ പൊന്നാക്കാം എന്ന നിലയിൽ ഒന്നും നുള്ളിക്കളയാൻ ഇല്ലാത്ത വിധം ആഖിറത്തിലേക്ക് എത്തിക്കാൻ സൗകര്യമുള്ള ലോക്ക്ഡൗണിലുമാണ്. ഈ സമയത്ത് റമളാനിലെ അവ്വൽ വെള്ളിയാഴ്ച തന്നെ പള്ളിയിലേക്ക് വരാതെ നഷ്ടപ്പെട്ടല്ലോ എന്ന ഖേദബോധം ആവാം. പക്ഷെ അത് നമ്മുടെ മനസ്സിനെ തളർത്തുന്ന അവസ്ഥയിലേക്ക് മൂർച്ച കൂടരുത്. എന്തുകൊണ്ട്? അള്ളാഹുവിനറിയാം എന്താണ് പള്ളി പൂട്ടാൻ കാരണം, എന്താണ് വരാതിരിക്കാൻ കാരണം. അറിയാമെന്ന് മാത്രമല്ല, ഇതിൻ്റെ പിറകിലൊക്കെ അവനാണ് താനും. പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ സന്തോഷത്തിന് വേണ്ടി ഇപ്പോഴും ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുന്നില്ലല്ലോ എന്ന ഖേദം തന്നെയാണ് വരുന്നത് പോലെ കൂലി വാങ്ങാൻ തക്ക രീതിയിൽ നമ്മുടെ ആത്മവിശുദ്ധിയെ അള്ളാഹു സ്വീകരിക്കാനും ഉയർത്താനും കാരണം. അതുകൊണ്ട് ഈ ഖേദം നിലനിൽക്കട്ടെ, പക്ഷെ ഹൃദയം തകരരുത്. വീട്ടിൽ വെച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കുകയും വേണം. അല്ലെങ്കിലും ലോക്ക്ഡൗൺ എന്നത് സത്യത്തിൽ ഒരു പുനർചിന്തക്ക് തിരികൊളുത്തേണ്ട കാലമാണ്. പുനഃപരിശോധന, ആത്മവിചാരണയാണ് മനുഷ്യനെ ആത്മനിഷ്ഠനാക്കുന്നത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസുണ്ട്. വളരെ പ്രസിദ്ധമാണ് സംഭവം. വിശദീകരിക്കാൻ സമയമില്ല, ഈ സമയത്ത് തുനിയുന്നുമില്ല. അതിൻ്റെ മെസ്സേജ് മാത്രം പറയുകയാണ്. 3 ആളുകൾ യാത്ര മധ്യേ കാറ്റും കോളും വന്നപ്പോൾ ഒരു ഗുഹയിലേക്ക് അഭയം പ്രാപിക്കാനെന്നോണം കടക്കുകയും പെട്ടെന്ന് ആ ഗുഹാമുഖത്ത് വലിയൊരു പാറക്കല്ല് വന്ന് മൂടുകയും ചെയ്ത അവസ്ഥയെക്കുറിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ചരിത്രം പഠിപ്പിക്കലോ കേൾപ്പിക്കലോ അതുകൊണ്ട് രസിപ്പിക്കലോ അല്ല ലക്ഷ്യം. സത്യത്തിൽ അത് വളരെ ഗൗരവമുള്ള ഒരു ലോക്ക്ഡൗണാണ്. പക്ഷെ അത് അധികാരികൾ പറഞ്ഞതോ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചതോ മാരിയുടെ കാരണത്താൽ സംഭവിച്ചതോ അല്ല. ലാഹിറൻ പറഞ്ഞാൽ യാദൃശികമായി സംഭവിച്ചത്, വിശ്വാസത്തിലൂന്നി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വരുത്തി വെച്ചത്. എല്ലാത്തിൻ്റെയും പിറകിൽ അള്ളാഹുവാണ്. ഈ സമയത്ത് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ചിന്തിക്കേണ്ടത് ആ 3 പേര് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വീകരിച്ച മാർഗമാണ്. ആ മാർഗത്തിൽ അവർ എടുത്തു പറഞ്ഞ ഓരോ അമലും റിയായിനെ തൊട്ട് പൂർണ്ണമായും അന്യമായ നിഷ്കളങ്കമായ അമൽ മാത്രമാണ്. ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ചെയ്തു കൊടുത്ത സേവനമാണ്. അള്ളാഹുവേ, ഞാൻ എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ചെയ്തു കൊടുത്ത ആ സേവനം അത് നിൻ്റെ പൊരുത്തത്തിന് മാത്രം ഞാൻ ചെയ്തതാണ് എങ്കിൽ ഞങ്ങളുടെ ഗുഹാമുഖം അടയ്ക്കാൻ ഉരുണ്ടുവന്ന ഈ കനമുള്ള കരിമ്പാറക്കെട്ട് നീ നീക്കിത്തരണേ അല്ലാഹ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ സംഭവം പലരും പറയാറുണ്ട്, പക്ഷെ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങൾ അറിയാതെ പോകുന്നു എന്ന് സംശയിക്കുക. അദ്ദേഹം ദുആ ചെയ്തപ്പോൾ പാറ മുഴുവനും നീങ്ങിയില്ല. എന്തേ പാറ മുഴുവനും നീങ്ങായിരുന്നത്? ഈ ദുആ കൊണ്ട് പാറ മുഴുവനും അല്ലാഹു തആല നീക്കാമല്ലോ. ഈ സമയത്ത് നമ്മൾ ഇതിൽ നിന്നൊരു മെസ്സേജ് ഉൾക്കൊള്ളണം. ലോകത്താസകലം പടർന്ന് പന്തലിച്ച മാരി നമ്മളൊരാൾ വീട്ടിൽ നിന്ന് നീക്കണേന്ന് പറഞ്ഞാൽ മുഴുവൻ കൂടി നീക്കൊള്ളുന്നില്ല. പക്ഷെ നീ ദുആ ചെയ്ത നിൻ്റെ ദുആയും അതിൻ്റെ വാക്കുകളും ദുആ ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആത്മാർത്ഥതയും അനുസരിച്ചുകൊണ്ട് എത്രയാണോ നീക്കേണ്ടത് അത് അല്ലാഹു തആല അത്രയും നീക്കും. അങ്ങനെയാണല്ലോ ആ പാറക്കുള്ളിൽപ്പെട്ട ആളുകൾ, ഗുഹയ്ക്കുള്ളിൽപ്പെട്ട ആളുകൾ ദുആ ചെയ്തപ്പോൾ ആദ്യത്തെ ആളുടെ ദുആ കാരണത്താൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടി പാറ നീങ്ങില്ല. ആ ദുആയുടെ ഖദർ അനുസരിച്ചുകൊണ്ട് പാറ നീക്കി കൊടുത്തു. രണ്ടാമത്തെ ആൾ ദുആ ചെയ്തതോ, സംഭവം ഞാൻ പറയുന്നില്ല, അതിശക്തമായിട്ടുള്ള സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ പെട്ടുകൊണ്ടും സൗന്ദര്യവതിയായിട്ടുള്ള താൻ പ്രണയിച്ച കാമുകിയെ കീഴ്പ്പെടുത്തി ലൈംഗിക പൂർത്തീകരണത്തിന് സൗകര്യം കിട്ടിയിട്ടും അള്ളാനെ പേടിച്ചുകൊണ്ട് അതിനും തുനിയാതെ പിന്തിരിഞ്ഞ ഒരു കഥയാണ്. അതിന് ആ സ്ത്രീയും കാരണമായിട്ടുണ്ട്. ആ സ്ത്രീ ഓർമ്മപ്പെടുത്തിയതാണ്. ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം ആ അടയ്ക്കപ്പെട്ട ഗുഹക്കുള്ളിൽ വെച്ചുകൊണ്ട് ജലാന്തരമായ കണ്ണോട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, ഞാൻ ആ
സമയത്ത് പിൻവലിഞ്ഞത് നിന്നെ പേടിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് പാറയെ നീക്കണേ. അപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദുആ കൊണ്ട് ആ പാറ മുഴുവനും നീക്കി കൊടുത്തില്ല. ഇങ്ങനെ അള്ളാഹ്ക്കൊരു ശൈലിയുണ്ട്, അള്ളാഹ്ക്കൊരു പതിവുണ്ട്. ഒരാളുകളുടെ ദുആയുടെ ആത്മാർത്ഥതയുടെ കതിരനുസരിച്ചുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് നീക്കി കൊടുക്കുക. നമ്മളൊക്കെ ഓരോരുത്തർ ദ്വാരുന്ന ഞങ്ങളിങ്ങനെ നമ്മൾ ചിന്തിക്കും, നമ്മളിപ്പോൾ ഇത് ഈ വീട്ടിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഒറ്റയ്ക്ക് ദ്വാരുന്ന അപ്പോൾ ഈ മഹാമാരിയൊക്കെ കൂടി പോകും. നിൻ്റെ ദ്വായയുടെ വിലയുടെ കതിർ എത്രയാണ്, ആത്മാർത്ഥ എത്രയാണ്, അതിൽ എത്ര ആൾക്കാർക്ക് നീക്കി കൊടുക്കണം, ഏതെല്ലാം ഏരിയയിൽ നിന്ന് നീക്കണം എന്ന് അള്ളാഹുവിനറിയാം. അതനുസരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കും. രണ്ടാമത്തെ ആൾ ദ്വാ ചെയ്തപ്പോഴും സംഭവിച്ചതാണ്. അയാളുടെ ദ്വായുടെ രീതിയിൽ പാറ കുറേ കൂടി നീങ്ങി. മൂന്നാമത്തെ ആളും ദ്വാ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് വേലക്കാരുണ്ടായിരുന്നു. ആ വേലക്കാർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആളായിരുന്നു. എല്ലാവർക്കും വേതനം കൃത്യമായിട്ട് കൊടുത്ത ആളായിരുന്നു. അതിലൊരാൾ ശമ്പളം വാങ്ങാതെ പോയപ്പോൾ അദ്ദേഹത്തിന് ശമ്പളം വെച്ചുകൊണ്ട് അദ്ദേഹം ആടുകളെ വാങ്ങുകയും അത് പെറ്റുപെരുകി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമത് അയാൾ തിരിച്ചു വന്നപ്പോൾ, എൻ്റെ ശമ്പളം എനിക്ക് വേണ്ട, അതൊരുപാട് കാലമായില്ലേ എന്ന് പറഞ്ഞപ്പോൾ, ആ കാണുന്ന കൂടി നിൽക്കുന്ന ആടുകളൊക്കെ നിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ വളർത്തി വലുതാക്കിയാണ്, എല്ലാത്തിനെയും കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുകയും ഈ അമലാണ് അദ്ദേഹം ആ ഗുഹക്കുള്ളിൽ വെച്ചുകൊണ്ട് പറഞ്ഞത്, പടച്ചവനെ ഞാൻ ആ ചെയ്തത് നിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, അതുകൊണ്ട് നീ സ്വീകരി. ഇപ്പോഴാണ് പാറ മുഴുവനും നീങ്ങിപ്പോയത്. അപ്പോൾ ഒരാൾ ദ്വാരുന്നാൽ മുസീബത്ത് മുഴുവനും പോകില്ല. അയാളുടെ ദ്വാക്കനുസരിച്ചുകൊണ്ട് 10 ആൾ മാറിയെന്ന് വരും, അല്ലെങ്കിൽ 100 ആൾ മാറിയെന്ന് വരും. അതൊരു വലിയ ആരിഫാണെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇത് മാറിയെന്ന് വരും. അത് അള്ളാഹു തആലയുടെ അധികാരത്തിൽപ്പെട്ടാണ്. നമ്മൾ ദ്വാ ചെയ്താൽ വെറുതെ ആവില്ല എന്ന് ഉറപ്പാണ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കാനുള്ളത്, ആ പാറക്കുള്ളിൽ, ആ ഗുഹക്കുള്ളിൽ നാലാമത് ഞാനുണ്ടെങ്കിൽ എന്താണ് വെച്ചു കൊടുക്കാനുണ്ടാവുക? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവരെ 3 ആളെ കൂട്ടത്തിൽ അന്ന് ഞാനുണ്ടെങ്കിൽ, ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുണ്ടെങ്കിൽ, എന്തായിരിക്കും പടച്ചവന് വേണ്ടി മാത്രം എന്ന നിലയിൽ അന്ന് ആ ഗുഹക്കുള്ളിൽ വെച്ചുകൊണ്ട് സമർപ്പിക്കാനുണ്ടാവുക എന്ന് ഇന്ന് വീട്ടിൽ വെച്ചുകൊണ്ട് എല്ലാവരും ചിന്തിക്കണം. നമ്മളൊരുപാട് ചിന്തിച്ചാലും ഒന്നും വെച്ചു കൊടുക്കാനുണ്ടാവില്ല. ഹജ്ജ് ഇങ്ങനെ ഓർമ്മയിൽ വരും. അതൊക്കെ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ ആളുകൾ പോകുമ്പോൾ ഞാനിങ്ങനെ പോകാതിരിക്കുക എന്നൊക്കെ പോയതായിരിക്കും. ഹാജിയിൽ നിന്ന് വിളി കിട്ടാൻ വേണ്ടി പോയതായിരിക്കും, അല്ലെങ്കിൽ കാശിൻ്റെ ബാക്കിൽ ഓടിയായിരിക്കും, പലതും ആയിരിക്കാം. അങ്ങനെ നമ്മൾ പ്രസംഗമാണെങ്കിലും എഴുത്താണെങ്കിലും പാട്ടാണെങ്കിലും അങ്ങനെ ഏതാണെങ്കിലും അതൊക്കെ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ചേറും പാറയും ഒക്കെ വൃത്തികേടാക്കിയതായിരിക്കും, നീയത്തിൽ മായുണ്ടായിരിക്കും. അന്ന് ആ ഗുഹക്കുള്ളിൽ ഞാൻ പെട്ടതാണെങ്കിൽ പടച്ചോനെ നിനക്ക് വേണ്ടി മാത്രം എന്ന നിലയിൽ എന്താണ് സമർപ്പിക്കാനുണ്ടാവുക ചിന്തിക്കണം. അത് ചിന്തിക്കേണ്ടത് ഈ ലോക്ക്ഡൗൺ സമയത്താണ്. കാരണം നമ്മളിപ്പോൾ ഭാഗികമായി ഒരു ഗുഹക്കുള്ളിലാണ്. ഇപ്പം പാറയായി വന്നത് കണ്ണുകൊണ്ട് കാണാത്ത പാറയാണ്, വൈറസ് പാറ. ഈ പാറ ഓരോ ആളുകളുടെയും ദുആ കൊണ്ട് ഭാഗികമായി നീങ്ങി പോയി 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 അവസാനം മുഴുവനും പോകും. അതിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥന നിരതരാവാം. ആരംഭം വെള്ളിയാഴ്ചയാണ്, റഹ്മത്തിൻ്റെ 10ആണ്. നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഈ ലോക്ക്ഡൗൺ ആ പാറക്കുള്ളിൽ കുടുങ്ങിയ സഹോദരന്മാരെ ഓർത്തുകൊണ്ട് അവർക്ക് 3 പേർക്കും അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന നിലയിൽ വെച്ചു കൊടുക്കാനുള്ള വിഭവങ്ങൾ കയ്യിലുണ്ടായിരുന്നു. നമുക്ക് ആ വിഭവം ഉണ്ടോ എന്ന് ചിന്തിച്ച്, ഇല്ലെങ്കിൽ ഇന്ന് മുതൽ പൂർണ്ണമായും എല്ലാ മായങ്ങളിൽ നിന്നും റിയായിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും മുക്തമാക്കിയ നിഷ്കളങ്കമായിട്ടുള്ള അമലുകൾ ധാരാളം ആഖിറത്തിലേക്കുള്ള ഭാണ്ഡത്തിൽ ലഗേജായി, ഒരു വലിയ കനമുള്ള ഭാരമുള്ള അമലുകളായി, അതൊരു ലഗേജായി ഇൻഷാ അല്ലാഹ് നമ്മൾ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യണം. അതിനുവേണ്ടി ഒഴിവ് സമയത്തെ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് നാം ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞ് ദുആ വസിയത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിൽ നമ്മളെല്ലാവരെയും വിജയിപ്പിക്കട്ടെ. ഈ പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പൊറുക്കുകയും ധാരാളം നന്മകൾക്ക് അല്ലാഹു തആല അവസരവും സൗഭാഗ്യം നൽകുകയും ചെയ്യട്ടെ. ഈ മാരിയിൽ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ജന്നത്ത് പ്രദാനം ചെയ്യട്ടെ. സകല മതവിഭാഗത്തിൽ നിന്നും അല്ലാഹു ഈ മുസീബത്ത് എടുത്തു കളയട്ടെ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.